ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഇതിനായി എനിക്കൊരു ചക്ക കിട്ടിയിരുന്നു. ആ ചക്കയൊക്കെ അതെല്ലാം കൊത്തി വൃത്തിയാക്കി ചുളകളൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കുരുവും നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലിട്ട് കൊടുക്കാം. അതിനായി ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കതിൻ്റെ കുരു വെച്ച് കൊടുക്കാം. അത് കുക്കറിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചുളകളിട്ട് കൊടുക്കാം. ചുളകളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ശകലം കളറിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് ഒരു വിസിലിൽ കുക്ക് ചെയ്ത് കൊണ്ടുവരണം. ഇത് മൂടിയിട്ട് കൊടുത്ത് നമുക്ക് ഒരു വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ചക്ക അവിടെ നിന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 7 ചെറിയ ഉള്ളിയാണ് തൊലി കളഞ്ഞെടുത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. ഒരു ടീസ്പൂൺ ജീരകമാണ്. വെളുത്തുള്ളിയും ജീരകവുമാണ് ഇതിന് മസ്റ്റായിട്ടും വേണ്ടത് ചക്കക്ക്. പിന്നീട് കാന്താരി, കുറച്ച് കാന്താരിയാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് കൊണ്ട് കാന്താരി ഇട്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളകോ അല്ലെങ്കിൽ മുളകും പൊടിയോ ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്കിത് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ മൂടി തുറന്ന് നോക്കാം. ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതിൻ്റെ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ശകലം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് താളിക്കാനായി ഒരു ചീനച്ചട്ടി സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നീട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ വാടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ചക്കയിലേക്ക് ഇത് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് ചക്കയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചക്ക ഇവിടെ റെഡിയാണ്. എന്നാൽ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതാണ് ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചക്ക കൊണ്ടുള്ള ഈ വിഭവം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.